അസ്സലാമു അലൈക്കും. മൂസാ നബി അലൈഹി വസല്ലമയുടെ ചരിത്രകഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു ദിവസം മൂസാ നബി അലൈഹി വസല്ലമ അള്ളാഹുവിനോട് ചോദിച്ചു, എന്നേക്കാൾ അറിവുള്ളവരായി ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഉണ്ട്, എൻ്റെ ഒരു ദാസൻ, അവനാണ് ഖിദർ. മൂസാ നബി അലൈഹി വസല്ലമ ഖിദർ അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി ദൂരെ യാത്ര ചെയ്തു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു. എനിക്ക് നിങ്ങളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്, ഞാനും കൂടെ യാത്ര ചെയ്യട്ടെ എന്നായി. ഖിദർ അലൈഹി വസല്ലമ പറഞ്ഞു, നിനക്ക് എന്നോടൊപ്പം ക്ഷമിക്കാനാവില്ല. മൂസാ നബി അലൈഹി വസല്ലമ പറഞ്ഞു, ഇൻഷാ അല്ലാ, ഞാൻ ക്ഷമിക്കും. യാത്രക്കിടയിൽ കപ്പലിൽ കയറി. പെട്ടെന്ന് കപ്പലിൽ ഖിദർ അലൈഹി വസല്ലമ ഒരു തകരാറുണ്ടാക്കി. മൂസാ നബി അലൈഹി വസല്ലമ പറഞ്ഞു, ഇത് എന്താണ്? ഈ ആളുകളുടെ യാത്ര എന്തിനു മുടക്കുന്നു? ഖിദർ അലൈഹി വസല്ലമ പറഞ്ഞു, നിനക്ക് ക്ഷമിക്കാനാകില്ല, ഞാൻ പറഞ്ഞില്ലേ. പിന്നീടുള്ള യാത്രയിൽ ഒരു കുട്ടിയെ കണ്ടു. ഖിദർ അലൈഹി വസല്ലമ അവനെ കൊന്നു. മൂസാ നബി അലൈഹി വസല്ലമ വിറച്ചുപോയി. ഒരു നിരപരാധിയെ കൊന്നു. ഖിദർ അലൈഹി വസല്ലമ പറഞ്ഞു, നിനക്ക് ക്ഷമിക്കാനാവില്ല. പിന്നീടവർ ഒരു ഗ്രാമത്തിലെത്തി. ആരും ഭക്ഷണം കൊടുത്തില്ല. അവിടെ ഒരു മതിൽ വീഴാൻ പോകുന്നു. അവരിരുവരും ചേർന്ന് അത് നന്നാക്കി. അവർ കൂലി കൊടുത്തപ്പോൾ ഖിദർ അലൈഹി വസല്ലമ അത് വാങ്ങിയില്ല. മൂസാ നബി അലൈഹി വസല്ലമ ചോദിച്ചു, കൂലി വാങ്ങാമായിരുന്നു, വിശക്കുന്നു, ഭക്ഷണം വാങ്ങാമായിരുന്നല്ലോ. അപ്പോൾ ഖിദർ അലൈഹി വസല്ലമ മൂസാ നബിക്ക് വിശദീകരിച്ചു കൊടുത്തു, കപ്പൽ ഞാൻ കേടാക്കിയത് ആ കപ്പൽ ഒരു ക്രൂര രാജാവ് പിടിച്ചെടുക്കുമായിരുന്നു. ആ കുട്ടിയെ വളർന്നാൽ ആ മാതാപിതാക്കളെ തീരാ ദുരിതത്തിലാക്കും. അതുകൊണ്ടാണ് അവനെ കൊന്നത്. പിന്നെ ആ മതിലിനടിയിൽ അനാഥ കുട്ടികളുടെ നിധിയുണ്ടായിരുന്നു. അത് സംരക്ഷിക്കാൻ ആ മതിൽ പണിയണമായിരുന്നു. അവസാനം ഖിദർ അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു, ഇതൊന്നും എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തതല്ല. അസ്സലാമു അലൈക്കും.